Hello, guten Tag. Welcome to another video of learning German with Eduflair. This is me, Mufid. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് irregular verbsന്റെ conjugation. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് regular verbsന്റെ conjugation ആയിരുന്നു. This video irregular verbs. ലാസ്റ്റ് വീഡിയോയിലെ most of you got the answers right. ഞാൻ ഒരു homework തന്നിട്ടുണ്ടായിരുന്നു wonen അതിന്റെ conjugation എന്താണ്. Most of you got it right. Some of you sent it personally as well. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് irregular verbsന്റെ conjugation. Okay. Irregular. So, എന്താ irregular? I tell you what irregular is. നോർമലായിട്ട് നമ്മൾ നോക്കിയ റെഗുലറിന് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇഷ ആയിരുന്നെങ്കിൽ വേർബ് സ്റ്റെമിൻ്റെ കൂടെ ഒരു ഇ മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. ദൂവിൻ്റെ കൂടെ ഒരു എസ് ടി. RSC ആണെങ്കിൽ വേർബ് സ്റ്റെം പ്ലസ് ടി. ഇറഗുലർ ഇസ് വിച്ച് ഡസൻ ഫിറ്റ് ഇൻ ടു എനി റൂൾ. അതിനായിട്ടുള്ള റൂൾ ഉണ്ടാവും. ദാറ്റ് ഇസ് ദ തിങ്. യു ഡോണ്ട് ഹാവ് ടു വെറി മച്ച്. ഐ ടെൽ യു ഹൗ യു ക്യാൻ മെമ്മറൈസ് ഇറ്റ് ഓർ ഹൗ യു ക്യാൻ ലേൺ ഇറ്റ് ഈസിലി. ക്ലിയർ? So, first word I'll give you is haben. Take a guess. Haben എന്ന് വെച്ചാൽ എന്തായിരിക്കും? The word is haben. Take a wild guess. What will be haben? Haben is connect with English as well. To have. So, ഇതിൻ്റെ conjugation will go with the normal flow only. നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യോ അത് തന്നെ ചെയ്യാം. You can help me. ഇഷ ആയിരുന്നെങ്കിൽ നോർമലി നീ എന്താ ചെയ്യുന്നത്? HABE. Right? Now you have a doubt. Okay, I got it right. You can be proud. What will be do? Tell me. HA. Good. Should I put the B? Okay. I'll put the B for you. And instead of E? Good. Good boy. See. What if I say you this is wrong? HABST. ഇത് തെറ്റെന്ന് പറയുകയാണെങ്കിൽ what will you do? Thing is that is irregular. It doesn't fall under the normal category. നോർമലായിട്ട് നീ എഴുതുന്ന പോലെ you can't write it down. HABST. ഇവിടെ you have to eliminate the B. Okay? I'll tell you easy tip how you can make note of it. So haben is to have. So just make sure. ഇപ്പം ഞാൻ നോ ബി എന്ന് എഴുതിയിട്ടില്ല. സോ ദർ വിൽ ബി നോ ബി. ഓക്കെ, ഇഷിൽ എന്താ സംഭവിക്കാത്ത? ദൂല് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറഗുലർ വെർബ്സ് മോസ്റ്റ്ലി ഇറ്റ് അഫക്ട്സ് ദു ആൻഡ് RSC. ഇഷിന് അഫക്ട് ചെയ്യത്തില്ല ബിക്കോസ് ഇഷ് കറക്റ്റ് ഫോം അല്ലേ. ഹാബൻ അവിടെ നിന്ന് തന്നെ ഡിറൈവ് ആവുന്നുണ്ട് ഹാബ്. ആൻഡ് ദു വെസ് ഇറ്റ് ഗെറ്റ്സ് അഫക്റ്റഡ്. ആൻഡ് RSC എന്തായിരിക്കും? HABT. ഇതാണോ? ഇഷാബ് ദു ഹാബ്സ്റ്റല്ല ഹാസ്റ്റ് RSC ഹാപ്റ്റ് ആണോ? അഗൈൻ ദ സെയിം മിസ്റ്റേക്ക് യു ഡിഡ് വിച്ച് ഇസ് ഐ ടോൾഡ് യു നോ ബി. ബി വരത്തില്ല എന്ന്. ദെൻ വൈ യു ഡൂയിങ് ഇറ്റ്? വരത്തില്ല. അപ്പോൾ ദു ഇസ് ഹാസ്റ്റ് RSC which will be hat. And for the next thing to the right, wear. I will be thinking, Sarla നേരത്തെ പറഞ്ഞ് whatever the co-verb is or the infinitive form, you can just put it as it is. But here it won't get affected. Which will be, wait a minute. Which is haben. ഒരു ചേഞ്ചും ഇല്ല. Ich habe, du hast, RSC will be had. Wear is haben. Verb stem plus en. The same thing. Eher. HAB. What is the verb stem? En remove ചെയ്തിട്ട് ഇഹറിൻ്റെ റൂൾ ടി അപ്ലൈ ചെയ്തെടുത്താൽ മതി. ആൻഡ് യു ഹാവ് എ ഡൗട്ട് നൗ. ഇതെന്താ ഇത് സൈഡ് മാത്രം നമുക്ക് അഫക്റ്റ് ആയത് റൈറ്റ് സൈഡിൽ? ദാറ്റ് ഇസ് വൈ ഐ സ്റ്റാർട്ടിംഗ്ലി ഞാൻ പേർപ്പസ്ഫുള്ളായിട്ട് ഇത് ലെഫ്റ്റിലും പ്ലൂറൽ റൈറ്റിലും ഇടാൻ കാരണം ഇഷിന് അഫക്റ്റ് ചെയ്യത്തില്ല. ആദ്യമായിട്ട് ദൂന് ഇറഗുലർ വെർബ്സ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദൂവിൻ്റെ താഴെയായിട്ട് RSC ഇരിപ്പുണ്ട്. സോ ഇറ്റ് ഇസ് HAT. അതിനും ബി വന്നിട്ടില്ല. ആൻഡ് ടു ദ റൈറ്റ് യു പ്ലൂറൽ. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ഇറ്റ് ഫോൾസ് അണ്ടർ ദ നോർമൽ കാറ്റഗറി. ഇവിടെ C and C. HABEN. സോ പേഴ്സണൽ പ്രൊനോമിനും വേർബ് കോൺജുഗേഷൻ പഠിക്കുമ്പോൾ ഐ ടോൾഡ് യു RSCനും ടീലല്ല ഉണ്ടാവുന്ന IHRും ടീലല്ല ഉണ്ടാവുന്ന. അപ്പോൾ രണ്ടും സെയിം ആയിക്കൂടെ. ഒന്ന് ചെയ്താൽ പോരും. ഐ ടോൾഡ് യു. തിങ് ഇസ് ഇതാണ് ആ റീസൺ. ഇത് ഒന്ന് ചെയ്താണെങ്കിൽ ഇറ്റ് വിൽ ബി റോങ്. RSCക്ക്
സെപ്പറേറ്റ് ആയിട്ടുള്ള ആൻസറും IHRന് സെപ്പറേറ്റ് ഉള്ള ആൻസറും. Now we'll go to a next one, which is ESSEN. ESN. ഈ വേർഡ് മിക്കവർക്കും അറിയാം. ESSEN, which is to eat. കഴിക്കാന്ന് പറയാം. ഓക്കെ, സോ I'll give a clue here as well. എളുപ്പമായിട്ടൊക്കെയാണ്. ഈനെ ഐ ആയിട്ട് മാറ്റുകയാണെങ്കിൽ ആൻസർ കിട്ടി. പക്ഷെ എവിടെയാണ് മാറ്റേണ്ടത്? ESSE. പ്രൊനൗൺസ് ചെയ്തിട്ട് ഇഷ് യെസ്. ആൻഡ് ഡു വിൽ ബി എവിടെയാണ് മാറ്റുന്നത്? ESSI ആണോ അല്ലെങ്കിൽ ISSE ആണോ? ഏതാ മാറ്റേണ്ടത്? മോസ്റ്റ് ഓഫ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഇതാ മാറ്റേണ്ടത്. ബിക്കോസ് ഐനെ മാറ്റുകയാണെങ്കിൽ ISS, ഇതിന് നമ്മൾ എന്തായിട്ട് മാറ്റേണ്ടത്? ST. പക്ഷെ ഓൾറെഡി 2 ഇരിക്കുന്ന കാരണം നിങ്ങൾ T മാത്രം ആഡ് ചെയ്തിട്ടാൽ മതി. സോ ഇറ്റ് ഇസ് ഇസ്റ്റ് ആൻഡ് YSC. ഇത് മൂന്നിന് എന്താ വരിക? ISST. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതെങ്ങനെയാ STനെ മാറ്റി നമുക്ക് T ആക്കണ്ടേ? അപ്പോൾ IST അല്ലേ വരിക? ISST എങ്ങനെയാ വരിക? തിങ്ങസ് ഈ 2 Sഉം ഈ 2 Sഉം നമ്മളായിട്ട് ഇട്ടതല്ല, ഇത് കോർ വേർബിൽ ഇരുന്നെടുത്ത. സോ അതിന് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഏതൊരു ഇതും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വിയർ. ഗെസ് ഇറ്റ്? ട്രൂ. ESSEN, which is SN. Always try to pronounce the word, don't spell it. Vier is SN. ഇഹർ എന്ന് പറയുകയാണെങ്കിൽ ESST. So ESST എങ്ങനെയാ വന്നേ? ESS, which is the core verb. EN you have to change it to T. So ESS, which is the core form, and EN അതിൻ്റെ സ്റ്റെമ്മിനെ റിമൂവ് ചെയ്യാൻ മാത്രം മതി. And the last one, which is C as well as C. For these two, here is SN. So what is the answer for this? Same thing, ESSEN. Done. I'll give you one more verb and then I'll stop, because that is the most important verb. Sign. Okay, the meaning is to be. I'm telling you again, most important. Okay, നിങ്ങൾക്ക് if you want to say your name, you should use this thing. ഇഷ് എന്ന് പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക? I told you, മുക്കാൽ verb 99.9% of the verbs ends with EN. But if you see sign, EN ഇല്ലല്ലോ, IN അല്ലേ? Because exception, because it is irregular. ഇഷ്, ബിൻ. കൺഫ്യൂഷൻ? യെസ്. ഇഷിന് ബിന്ന് ബ്രാക്കറ്റിൽ ഞാൻ ആം എഴുതാം, വിച്ച് ഇസ് I am. ബിൻ ഇസ് ആം ആൻഡ് ഡു വിൽ ബി ബെസ്റ്റ്. ഇതിന് ഏതൊരു റൂളോ ഒന്നുമില്ല, യു ഹാവ് ടു നോ ഇറ്റ്. അത് പഠിക്കുക. ഇഷിന് what is it? Say ish is bin, do is best. Ish bin. ഇപ്പം എൻ്റെ പേര് മുഫീദ്. I want to say I am Mufid. So it is ish bin Mufid. You are Mufid. So du bist. Er ist. Yes ist. Sie ist. He is Mufid. It is dog. She is Yulia. Whatever it is. And where വരികയാണെങ്കിൽ it is synth. എക്സാമ്പിൾ പറഞ്ഞേ, വി ആർ ഫ്രണ്ട്സ്. നമ്മളെല്ലാം ഫ്രണ്ട്സ്. ഹിയർ ഇസ് സൈത്ത്. സോ ഇറ്റ് ഇസ് അഗെയിൻ ആർ. ഇപ്പം ഞാൻ വീഡിയോ കാണുന്ന നിങ്ങൾ നോക്കി യു ആർ മൈ സ്റ്റുഡൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരാളെ മാത്രം പറയുന്നില്ലല്ലോ. ഐ എം ടെല്ലിങ് എ ബഞ്ച് ഓഫ് പീപ്പിൾ, മോർ ദാൻ വൺ. സോ യു ആർ സൈഡ് മൈ സ്റ്റുഡൻറ്റ്. സോ സി ആൻഡ് സി, ഈ രണ്ടും അഗെയിൻ ഇറ്റ് ഇസ് സിന്ത്. ഓക്കെ, ക്ലിയർ? സോ ഒന്നുകൂടെ പറയാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിച്ച് ഇസ് സൈൻ, മീനിങ് ആസ് ടു ബി. ഇത് നമ്മൾ ഇത്രയും നേരം നോക്കിയ വേർബിൽ എല്ലാത്തിലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈനെ മാറ്റി ഐ ഇട്ടാൽ മതി, ഐനെ മാറ്റി ഈ ഇട്ടാൽ മതി, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ ഇത് നോക്കുകയാണെങ്കിൽ സൈൻ വിച്ച് ഇസ് ടു ബി, ഇഷ്, ബിൻ, ദു, ബെസ്റ്റ്, യർ, എസ്, സി, ഹി ഇസ്, it is, she is, istinna, ist, remember it. We are synth, we are. Here side, you are, you is plural you.
season, which is formal U, and the other one is the normal C. Ippo, same as the last video, ivideyum I'll give you a homework with the normal word, which is this irregular meaning. So, the word I want to give you is TRFFEN, which is treffen, to meet. Okay, and I give you the rule as well. Okay, ഈനെ മാറ്റി ഐ ഇട്ടാൽ മതി. ഓക്കെ, ഇത് റൂളല്ല, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കി തന്നതാണ്. ട്രെഫനസ് ടു മീറ്റ് ഈനെ മാറ്റി ഐ ആക്കിയാൽ മതി. സോ ആൻസർ ഇൻ ദ കോമെൻറ്റ്സ്. ആൻസർ എന്തായിരിക്കും? ഐ വിൽ കറക്റ്റ് ഇറ്റ് ആസ് the last video. Okay, thank you for learning. Eduflair, education driven by passion.